പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിന്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം. വടക്കുംനാഥ ക്ഷേത്രത്തിന് കിഴക്കുഭാഗത്ത് തൃശൂർ നഗരത്തിൽ തന്നെയുള്ള പ്രസിദ്ധമായ ഭഗവതി ക്ഷേത്രമാണ് പാറമേക്കാവ് ക്ഷേത്രം. തൃശൂർ പൂരത്തിന് പ്രധാനപ്പെട്ട രണ്ട് പങ്കാളികളിൽ ഒരാളായ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണെന്ന് വിശ്വസിച്ചു വരുന്നു. ഈ പ്രതിഷ്ഠയുടെ മൂലസ്ഥാനം വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ ഗോപുരത്തിന് വടക്കുഭാഗത്തുള്ള ഇലഞ്ഞിത്തറയിലാണ്. ഇതിവിടെ വരാൻ കാരണമായ ഒരു സംഭവമുണ്ട്. തൃശൂർ നഗരത്തിന് തെക്കുഭാഗത്തുള്ള കുറുക്കഞ്ചേരിയിലെ അപ്പാട്ട് കളരി തറവാട്ടിലെ കാരണവരായിരുന്ന കുറുപ്പാൾ തിരുമാന്താംകുന്നിലമ്മയുടെ പരമഭക്തനായിരുന്നു. എല്ലാ മാസവും മുടങ്ങാതെ തിരുമാന്താംകുന്നിൽ ദർശനത്തിന് പോയിരുന്ന അദ്ദേഹത്തിന് വാർദ്ധക്യം കാരണം അതിന് കഴിയാതെ വരുമെന്ന ഘട്ടം വന്നപ്പോൾ അദ്ദേഹം ഭഗവതിയോട് നാട്ടിൽ കുടികൊള്ളണമെന്ന് അഭ്യർത്ഥിച്ചു. കരുണാമയിയായ ഭഗവതി അത് സമ്മതിച്ച് കുറുപ്പാൾ അറിയാതെ അദ്ദേഹത്തിന്റെ ഓലക്കുടയിൽ കയറിപ്പോന്നു. യാത്ര കഴിഞ്ഞ് ക്ഷീണിതനായി തിരിച്ചെത്തിയ കുറുപ്പാൾ വടക്കുംനാഥനെ തൊഴുത് ഇലഞ്ഞിത്തറയിൽ കിടന്നുറങ്ങി. ഉയർന്നെഴുന്നേറ്റ് കുടയെടുത്തു പോകാൻ നിന്ന അദ്ദേഹം കുട അവിടെ ഉറച്ചു കഴിഞ്ഞതായി കണ്ടു. തുടർന്ന് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ദേവി സാന്നിധ്യം കണ്ടു. ദേവി സാന്നിധ്യം കണ്ടതിനെ തുടർന്ന് ഭഗവതിയെ തന്റെ തറവാട്ടിലെ കളരിയിൽ പ്രതിഷ്ഠിച്ചു. യഥാവിധി പൂജാവിധികൾ ചെയ്തു കൊള്ളാം എന്ന് മനമുരുകി പ്രാർത്ഥിച്ചതിനെ തുടർന്ന് ഓലക്കുട അവിടെ നിന്ന് എടുക്കുകയും തുടർന്ന് തന്റെ കുറുക്കഞ്ചേരിയിലെ തറവാട്ടിലെ കളരിയിൽ ദേവിയെ ശാക്തേയ വിധി പ്രകാരം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ദേവിയുടെ പ്രതിഷ്ഠ നടത്തിയത് കളരിയുടെ തൊട്ടുപുറകിലുള്ള പാറോം മരച്ചുവട്ടിലായതിനാൽ പാറോങ്കാവ് ഭഗവതി എന്ന് ദേശനിവാസികൾ വിളിച്ചു പോന്നു. കാലക്രമേണ പാറോങ്കാവ് ലോപിച്ചു പാറമേക്കാവ് ഭഗവതിയായി അറിയപ്പെട്ടു. ദേവീ ദർശനം വെളിപ്പെട്ടത് ഇലഞ്ഞിത്തറയിൽ വെച്ചതായതുകൊണ്ട് കാരണവർ ഇവിടെയും ദേവിയുടെ ഒരു ശിലാപ്രതിഷ്ഠ നടത്തി. പിന്നീട് വടക്കുംനാഥ ക്ഷേത്രം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ഈ പ്രതിഷ്ഠ വടക്കുംനാഥ ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്തുള്ള കൂറ്റൻ പാറയുടെ മുകളിലേക്ക് മാറ്റി. അങ്ങനെ ആ ക്ഷേത്രത്തിന് പാറമേക്കാവ് എന്ന പേര് വന്നു.